ദ സീക്രട്ട്. എന്തുകൊണ്ടാണ് ലോകത്തിലെ വെറും 1% ആളുകൾ മാത്രം 96% സമ്പത്തും കൈയടക്കി വച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ തൊട്ടതെല്ലാം പൊന്നായി മാറുന്നത്? നമുക്കാർക്കും അറിയാത്ത ഒരു രഹസ്യം അവർ സൂക്ഷിക്കുന്നുണ്ടോ? ഉത്തരം ഉണ്ട് എന്നതാണ്. ഞെട്ടണ്ട, പലരും പുറത്തു പറയാൻ മടിച്ച, എന്നാൽ പ്ലേറ്റോയും ഷേക്സ്പിയറും ന്യൂട്ടണും എബ്രഹാം ലിങ്കണും ഐൻസ്റ്റീനും അടക്കമുള്ള മഹാന്മാരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ രഹസ്യം, അതാണ് ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. റോണ്ട ബേൺ എന്ന വനിത സ്വന്തം ജീവിതം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് 100 വർഷം പഴക്കമുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ രഹസ്യത്തിന്റെ സൂചനകൾ കണ്ടെത്തുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ സീക്രട്ട് അഥവാ രഹസ്യം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. 1. എന്താണ് ഈ രഹസ്യം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. ലളിതമായി പറഞ്ഞാൽ സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നിങ്ങൾ ഒരു മനുഷ്യകാന്തമാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാന്തം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. 2. ചിന്തകളും അലാവുദ്ദീന്റെ ഭൂതവും. നമുക്ക് കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥ ഓർക്കാം. അലാവുദ്ദീനും അത്ഭുത വിളക്കും. അലാവുദ്ദീൻ വിളക്കുരസുമ്പോൾ ഒരു ഭൂതം വരുന്നു. ആ ഭൂതം എപ്പോഴും ഒരു കാര്യമേ പറയൂ: യോർ വിഷ് ഈസ് മൈ കമാൻഡ്. അങ്ങയുടെ ആഗ്രഹം എന്റെ കൽപ്പന. റോണ്ട ബേൺ പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് നിങ്ങളുടെ ആ ഭൂതമെന്നാണ്. പ്രപഞ്ചത്തിന് നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് പ്രപഞ്ചം ഒരു കൽപ്പനയായി സ്വീകരിക്കുന്നു. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് കടം വേണ്ട, എനിക്ക് അസുഖം വേണ്ട, ഞാൻ തോൽക്കാൻ പാടില്ല, ഇങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ. എന്നാൽ പ്രപഞ്ചം കേൾക്കുന്നത് കടം, അസുഖം, തോൽവി എന്നീ വാക്കുകളാണ്. ആകർഷണ നിയമത്തിൽ ഇല്ല, അല്ല, വേണ്ട എന്നീ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നിങ്ങൾ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സമാധാനം വേണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, യുദ്ധവിരുദ്ധ റാലികൾക്ക് എന്നെ വിളിക്കരുത്, സമാധാന റാലിയാണെങ്കിൽ ഞാൻ വരാം എന്ന്. കാരണം അവർക്ക് ഈ രഹസ്യം അറിയാമായിരുന്നു. നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് അത് നിലനിൽക്കും. എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് വളരും. 3. ആഗ്രഹം സാധിക്കാൻ 3 പടവുകൾ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ നിയമം ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് നേടുക? ഇതിന് കൃത്യമായ 3 ഘട്ടങ്ങളുണ്ട്. ആസ്ക്, ബിലീവ്, റിസീവ്. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. 1ാമത്തെ സ്റ്റെപ്പ് ആസ്ക്, ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി പ്രപഞ്ചത്തോട് ചോദിക്കുക. ഇവിടെ വ്യക്തത, അതായത് ക്ലാരിറ്റി, വളരെ പ്രധാനമാണ്. എനിക്ക് കുറച്ച് പണം വേണമെന്നല്ല ചോദിക്കേണ്ടത്. എനിക്ക് ഈ വർഷം 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് കടലിനഭിമുഖമായുള്ള ഒരു വീട് വേണം എന്ന് കൃത്യമായി പറയണം. നിങ്ങളൊരു ഹോട്ടലിൽ പോയി വെയിറ്ററോട് എനിക്കൊരു ഭക്ഷണം തായെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൺഫ്യൂഷനാകും. നിങ്ങൾ മെനു കാർഡ് നോക്കി എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണമെന്ന് പറയുന്നത് പോലെ പ്രപഞ്ചത്തോട് കൃത്യമായി ഓർഡർ ചെയ്യുക. ഒരു പേപ്പറിൽ അത് എഴുതി വയ്ക്കുക. വർത്തമാനകാലത്തിൽ, അതായത് പ്രസന്റ് ടെൻസിൽ എഴുതുക. ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്, കാരണം എനിക്ക് എന്ന് തുടങ്ങി എഴുതുക. 2ാമത്തെ സ്റ്റെപ്പ് ബിലീവ്, അതായത് വിശ്വസിക്കുക. ഇതാണ് പലർക്കും നടക്കാതെ പോകുന്ന ഘട്ടം. നിങ്ങൾ ചോദിച്ച കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അതെങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ല. എങ്ങനെ എന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷനാകുമോ? അയ്യോ, അത് വരുമോ, അവരത് പാക്ക് ചെയ്യുമോ, വണ്ടിക്ക് വഴിയിൽ ടയർ പഞ്ചറാകുമോ? ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. നിങ്ങൾക്കറിയാം, ഓർഡർ കൊടുത്തു, അത് വന്നിരിക്കും. അത് നിങ്ങളുടെ വീടിന്റെ വാതിലിൽ എത്തുമെന്നത് ഉറപ്പാണ്. അതേ ഉറപ്പോടെ, അതേ വിശ്വാസത്തോടെ ഇരിക്കുക. സംശയം വന്നാൽ നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതിന് തുല്യമാണ്. 3ാമത്തെ സ്റ്റെപ്പ് റിസീവ്, സ്വീകരിക്കുക. ആ കാര്യം ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം തോന്നുമോ അതിപ്പോൾ അനുഭവിക്കുക. ഫീലിംഗ്സ്, വികാരങ്ങളാണ് പ്രധാനം. നിങ്ങൾക്കൊരു പുതിയ കാറാണ് വേണ്ടതെങ്കിൽ ആ കാറിൽ കയറിയിരിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യും? ആ സീറ്റിന്റെ ഗന്ധം, സ്റ്റിയറിംഗിലെ ഗ്രിപ്പ്, ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആവേശം, അതിപ്പോൾ കണ്ണടച്ചനുഭവിക്കുക. നിങ്ങൾ സന്തോഷമെന്ന ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചോദിച്ച കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ വെറും തള്ളല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം.
അവർക്കായി വിഷ്വലൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു യഥാർത്ഥ സംഭവമുണ്ട്. ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന ലോക പ്രശസ്തമായ പുസ്തക പരമ്പര എഴുതിയ ജാക്ക് കാൻഫീൽഡിന്റെ കഥയാണിത്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വലിയ കടബാധ്യതയിൽപ്പെട്ടുഴലുന്ന സമയം. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം വെറും $8,000 മാത്രമായിരുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ രഹസ്യത്തെക്കുറിച്ച് അറിയുന്നത്. അദ്ദേഹം ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ലക്ഷ്യമിട്ടു. 1 വർഷം കൊണ്ട് എനിക്ക് $1,00,000 സമ്പാദിക്കണം. അതിനായി അദ്ദേഹം ചെയ്തതിതാണ്: ഒരു $1 നോട്ട് എടുത്തിട്ട് അതിൽ മാർക്കർ കൊണ്ട് പൂജ്യങ്ങൾ എഴുതി ചേർത്ത് അതൊരു $1,00,000 നോട്ടാക്കി മാറ്റി. എന്നിട്ട് അത് തന്റെ കിടപ്പുമുറിയിലെ സീലിംഗിൽ ഒട്ടിച്ചുവെച്ചു. എന്തിനാണെന്നോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ നോട്ടായിരിക്കണം. ഓരോ പ്രഭാതത്തിലും അദ്ദേഹം ഈ നോട്ട് കാണും. എന്നിട്ട് കണ്ണടച്ച് തനിക്ക് $1,00,000 ലഭിച്ചതായും ആ പണം കൊണ്ട് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നതായും വിഷ്വലൈസ് ചെയ്യും. തുടക്കത്തിൽ ഒന്നും സംഭവിച്ചില്ല. 1 മാസം കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിനൊരു ഐഡിയ തോന്നി. ഞാൻ എഴുതിയ പുസ്തകം വലിയൊരു വിജയമായാലോ? അങ്ങനെയിരിക്കെ ഒരു പ്രമുഖ മാഗസിനിൽ അദ്ദേഹത്തിനൊരു ഇന്റർവ്യൂ കൊടുക്കാൻ അവസരം ലഭിച്ചു. ആ ഇന്റർവ്യൂയിലൂടെ അദ്ദേഹത്തിന്റെ പുസ്തകം വൻ ഹിറ്റായി മാറി. ആ വർഷം അവസാനം അദ്ദേഹത്തിന്റെ വരുമാനം എത്രയായിരുന്നു എന്ന് ഊഹിക്കാമോ? $92,327. കൃത്യം 1,00,000 ആയില്ലെങ്കിലും 8,000-ൽ നിന്ന് 92,000-ലേക്ക് അദ്ദേഹം വളർന്നു. ഇതാണ് വിഷ്വലൈസേഷന്റെ ശക്തി. എങ്ങനെ പണം വരും എന്ന് അദ്ദേഹം ചിന്തിച്ച് തലപുകച്ചില്ല. അദ്ദേഹം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു. വഴികൾ താനേ തെളിഞ്ഞുവന്നു. 4. നന്ദി പറയുന്നതിന്റെ അത്ഭുതം. ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി പറഞ്ഞുതരാം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പ്രകടനം. ഈ പുസ്തകത്തിലൊരു കഥയുണ്ട്. ലീ ബ്രോവർ എന്നൊരാൾ തന്റെ മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു കല്ല് പെറുക്കിയെടുത്തു. എന്നിട്ട് ആ കല്ലിൽ പിടിച്ചുകൊണ്ട് മകന്റെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, മകൻ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. അതിനുശേഷം അദ്ദേഹം ആ കല്ലിനെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് വിളിച്ചു. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പരാതിപ്പെടുന്നത്. എനിക്ക് കാശില്ല, എനിക്ക് നല്ല വീടില്ല, എനിക്ക് സൗന്ദര്യമില്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി മാറും. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയല്ലോ, അതിന് നന്ദി. ശ്വസിക്കാൻ ശുദ്ധവായു ഉണ്ടല്ലോ, അതിന് നന്ദി. കുടിക്കാൻ വെള്ളം കിട്ടിയല്ലോ, അതിന് നന്ദി. നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നന്ദി പറയാൻ കൂടുതൽ വലിയ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. രാത്രി കിടക്കുന്നതിനു മുൻപ് അന്ന് നടന്ന ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. ഈ ശീലം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. 5. പണവും സമ്പത്തും. ഇനി പണത്തിന്റെ കാര്യം നോക്കാം. പലരും വിചാരിക്കുന്നത് പണം കിട്ടാൻ കഠിനമായി അധ്വാനിക്കണം എന്നു മാത്രമാണ്. എന്നാൽ ദ സീക്രട്ട് പറയുന്നത് സമ്പന്നർ സമ്പന്നരാകുന്നത് അവർ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ദരിദ്രർ ദരിദ്രരാകുന്നത് അവർ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളിലാണ്. നിങ്ങളുടെ ഭൂതകാലം എന്തായിരുന്നു എന്നത് പ്രസക്തമല്ല. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്നതും പ്രസക്തമല്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.